മലപ്പുറം നഗരത്തെ നടുക്കിയ ഭീകരമായ മാർക്കോ മോഡൽ കൊലപാതകം വീണ്ടും റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ വൈശാഖാണ് ദുരന്തത്തിനിരയായത്. തലയ്ക്ക് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് കടുത്ത പ്രഹരം ഏൽപ്പിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 4 ആഴ്ചക്കുള്ളിൽ നടക്കുന്ന 4ാമത്തെ കൊലപാതകമാണിതെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. കുറ്റവാളിയെ കണ്ടെത്തുന്നതുവരെ രാത്രി സമയങ്ങളിലെ യാത്രകൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം ഒരു താമസിക്കേണ്ട അവിടെ കയറിക്കാണ്ട് ഇയാൾ കയറി ബെല്ലടിച്ച് ആ കഥ തുറന്നവൻ്റെ തല അപ്പം തന്നെ അയാൾ അടിച്ചു പൊട്ടിച്ച്. ബാക്കിയുള്ളവൻ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട്. അങ്ങനെയടാ മാർക്കൊന്ന് മനസ്സിലായത്. ഓ മാർക്കോ, ഇതൊക്കെ ഒരാൾ തന്നെ ചെയ്തു വല്ല ഉറപ്പുണ്ടോ? മരിച്ച എല്ലാവരുടെ തലയിൽ ഒരുപോലെയാണ് സ്റ്റിക്കൊണ്ട് അടിക്കൊണ്ടിരിക്കണേ. തലന്റെ ഏതോ ഭാഗത്താണ് എന്ത് വെച്ചടിച്ചത് നിനക്ക് വരെ അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് മാർക്കോ എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയാകാം, പക്ഷെ എങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. ഒരു കാര്യമില്ലാതെ പോലീസുകാർ രാത്രി ഇറങ്ങി നടക്കണമെന്ന് പറയില്ലല്ലോ. പിന്നെ ആവശ്യമുള്ളവരൊക്കെ രാത്രി എന്തായാലും ഇറങ്ങി നടക്കും. എന്നാ പുറത്തിറങ്ങി ഇറന്നോ. കുറച്ച് മുന്നേ ഒരു ചെറുപ്പക്കാരനെ രാത്രി തലക്കടിച്ച് തന്നേ. പാവടാ, ജോലി കഴിഞ്ഞ് 2 അടിക്കാന്ന് വിചാരിച്ച് വീട്ടിൽ കുപ്പിയൊക്കെ വാങ്ങി പോകേണ്ട വഴിയായിരിക്കും. അയ്യോ, ജോണിച്ചനോടെ അവനെ ഫോൺ വിളിച്ച്. അയ്യോ, അവനും ജോലി കഴിഞ്ഞ് കുപ്പിയും കൊണ്ട് വരുന്ന വഴിയായിരിക്കും. എടാ എന്താടാ? നീ എവിടെടാ? ഞാൻ അതാ ബസ് ഇറങ്ങി നടന്നോണ്ടിരിക്കാ. എന്താ എപ്പം എത്തും? പെട്ടെന്ന് വാടാ. ഒന്ന് അടങ്ങാളിയാ. അതെ സാധനമൊക്കെ മേടിച്ച് കുപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് എപ്പം എത്തും? അതല്ലടാ, ആ മാർക്കാരൊക്കെ തലക്കടിച്ച് കൊന്നിട്ടുണ്ട്. പോലീസുകാർ രാത്രി ഇറങ്ങി നടക്കണ്ടെന്ന് പറയണത്. നീ നിൽക്കുന്നത് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല അവിടെ. നീ വല്ല ലിഫ്റ്റ് അടിച്ച് വരാൻ നോക്ക്. അല്ലേ വേണ്ട, അത് വല്ല മാർക്കാണെങ്കിലോ. നീ പെട്ടെന്ന് ഒന്ന് തന്നെ. എടാ നീ ഇങ്ങനെ എന്നെ പേടിപ്പിക്കാതെ, ഞാൻ വന്നോളാം. ഇപ്പൊ വെക്ക്. അയ്യോ, എന്തടോ? എന്താ എടോ, ലൈറ്റർ ഉണ്ടോ? മാർക്കയോ? എടോ, സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ ഉണ്ടോന്ന്? ലൈറ്ററൊന്നുമില്ല. അപ്പോ ഞാൻ ഒറ്റക്കൊന്നും കേട്ടോ. ഈ വളവ് കഴിഞ്ഞ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ടോ. അതിന് അവരെ വിളിച്ചാണ്ടല്ലോ. ഓടോ ഓടോ. ആരാ വാതിലോട്ടുണ്ടല്ലോ? എടാ തുറക്കടാ, ഞാനാടാ. അത് ജോണിച്ചനാ. വാടാ, കുപ്പിയെത്തി. നീ എന്തിനാടാ കഥക്കുന്നത്? നിന്നെന്താ പട്ടി ഓടിച്ചാ? ഞാൻ വന്നപ്പോ എക്സസൈസ് ആയിക്കോട്ടെ വിചാരിച്ച ജോഗിങ് ചെയ്തതാ. പകല് സിസ്റ്റത്തിന് മുമ്പ് ഇരിക്കണല്ലേ, ജസ്റ്റ് ഒരു എക്സസൈസ്. അവൻ ഫോൺ വിളിച്ചപ്പോ നിന്റെ ഗ്യാസ് പോയല്ലേ? മാർക്കോനെ പേടിച്ചു വരുന്ന കയ്യില് ആ കുപ്പി പൊട്ടാൻ വാങ്ങിയോ? മാർക്കോ? എന്താ സംഭവം? നീ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്. ഞാൻ കഥപ്പളെ വിട്ടുകളഞ്ഞ്. വെറുതെ അല്ല, റോഡിലൂടെ മനുഷ്യന്മാരുണ്ട്. പക്ഷെ നല്ല നൈസ് റോഡിലൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നൈസായിട്ട് വരാൻ. ഭക്തിഗാനമായിരിക്കും. ഭക്തിഗാനം, ക്ലാസിക് സോങ്സ്, മെലഡി, അങ്ങനെ പല പാട്ടുകൾ. നിന്റെ തള്ളൊക്കെ പിന്നെ കേൾക്കാം. നമുക്ക് ആദ്യം 2 അടിക്കാം. വാ. അപ്പോൾ പ്രൊമോഷൻ കിട്ടിയതിൻ്റെ ചിലവ് കാരണമാണ് മാത്രമേ വാക്ക് പാലിച്ചതിന് ചിയേഴ്സ്. ആമാ പോയില്ലേ? ഞാൻ വരാം. ഞാൻ എത്തിക്കോളാം. ഓക്കെ, ശരി എന്നാ. നീ എന്താണ് അടിക്കാത്ത? അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയില്ലടാ. വെള്ളടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, അച്ഛനെ പേടി. പോത്ത് പോലെ വളർന്നില്ലടാ, അച്ഛനെ പേടി. അയ്യേ, പേടിയൊന്നുമില്ല.
വീട്ടിൽ പോയിട്ട് എന്തിനാ ഇനി വെറുതെ ഒരു വിഷയമാക്കുന്നത്? അതിനാണ് ഞങ്ങൾ പൊതുവെ പേടിയെന്ന് പറയുന്നത്. അച്ഛൻ എന്താ ഡ്യൂട്ടിക്ക് പോകാത്തെ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാം. പുള്ളി വൈകുന്നേരം ഇറങ്ങാൻ നേരത്തെ മാർക്കോന്റെ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അത് പേടിച്ച് പുള്ളി വീട്ടിലിരുന്നിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ മാർക്കോനെ പേടിയില്ല. അയ്യോ, ഇത് വല്ലാത്തൊരു ഫാമിലി തന്നെ. നീ ഇങ്ങനെ ഒരു പേടിത്തുണ്ടായി പോയല്ലടാ. നിങ്ങൾ വല്ല ശബ്ദവും കേട്ടോ? ഏയ്, ഞാനൊന്നും കേട്ടില്ല. ഒരു സൗണ്ട് കേട്ടില്ലേ? ഞാൻ കേട്ടല്ലോ. ഏയ്, മാർക്കൊന്നും ആയിരിക്കത്തില്ല, വല്ല തേങ്ങയായിരിക്കും. എടാ പിന്നെ മാർക്കോണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അഥവാ മാർക്കണെങ്കിൽ എന്ത് കുഴപ്പം? അതിൽ സ്റ്റിക്ക് മേടിച്ച് ഞാൻ ഒരു അടിയാൻ കൊടുക്കും. നീ അവനോട് പാസ് ചെയ്യടാ. അവന്റെ കോളർ പിടിച്ച് അവന്റെ ചന്തിക്കാൻ നുള്ളിക്കാണ്ട് അവന്റെ ചെറുക്ക് അവിടെ ഇവിടെ കൊടുത്ത് അവനെ തട്ടിന് വിടും. കഴിഞ്ഞ ഒരു പെഗ് അടിച്ചപ്പോൾ നിങ്ങളൊക്കെ ഒരു ധൈര്യം. എടാ നാണില്ലല്ലോടാ നിനക്കൊന്നും. ഒരു തേങ്ങ വീണ് കേട്ടാൽ നിങ്ങളൊക്കെ പേടിച്ചു കൊണ്ടു. എന്നിട്ടാ എന്നെ കളിയൊക്കെ വരുന്നത് അച്ഛനും അമ്മയും പേടിയാന്ന് പറഞ്ഞിട്ട്. ഒരു പെഗ് അടിച്ച് വിചാരിച്ച് നമ്മളെ ധൈര്യത്തിനൊന്നും ഒരു കുറവില്ല. അവന് ധൈര്യം ഉണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ഡോറ് തുറന്നു പോയി വീടൊന്നും ചുറ്റിയിട്ട് ഈ ജനവാതിലൊന്നും മുട്ടട്ടെ. ആ 3 കൊട്ടോട്ടു. ഞാൻ ഈ മുൻവശത്തെ വാതിലൂടെ ഇറങ്ങി വീട് മൊത്തം ഇരുട്ടത്ത് ചുറ്റിക്കാണ്ട് ഈ ജനൽ വന്ന് കൊട്ടാനാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പെഗ് അടിക്കും വീട്ടിലും കയറും. ജോണിച്ചാ പെഗ് എടുത്ത് അടിച്ചേ, എന്നിട്ട് ധൈര്യമായിട്ട് പോയിട്ട് വന്നാ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ. ദേവിയെ പഠിച്ചു കർത്താവേ കാക്കണേ. തട്ടി തട്ടി കണ്ടടാ. കണ്ടടാ നമ്മുടെ ചെക്കൻ്റെ ധൈര്യം. വീരൻ വീരേന്ദ്രൻ. ഇനി മേല വീരന്മാരെ വെല്ലുവിളിച്ചാണ്ടല്ലോ. ഇനി എന്ത് നോക്കിയിരിക്കുക? അടിക്കാൻ കണ്ട്. ചമ്മലൊന്നും വേണ്ട, അടിച്ചോ. വാക്ക് വലിക്ക്, അടിക്ക്. അല്ലേ വേണ്ട, നിനക്ക് അച്ഛനെ പേടിയേ വേണ്ട, കുഴപ്പമില്ല. എല്ലാരും വലിയ ഷോ ഒന്നും ഇറക്കണ്ട. നിന്റെ ധൈര്യമൊക്കെ എന്താന്ന് എനിക്കറിയാട്ടോ. ഫീലാടാ പുള്ളിക്ക്. എടാ പുള്ളി എങ്ങനെ എന്നോട് വേണമെങ്കിൽ വീട്ടിൽ പോയി കളഞ്ഞി. അടിച്ച സ്ഥിതിക്ക് എന്തായാലും വീട്ടിൽ പോവില്ല. പക്ഷെ പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് ഇന്ന് നിനക്ക് പേടിയുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ പുള്ളി ഉറങ്ങൂല. ഹലോ അമ്മേ, സംഭവം എന്താ വെച്ചാലേ മാർക്കോന്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഇവന്മാരെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ അങ്ങോട്ട് വരാം. അല്ല, വെള്ളടിക്കാനൊന്നല്ല, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോത്തിന് അതിനാണെന്ന് വിചാരിക്കുന്ന എന്തിനാ? അച്ഛനോടൊന്നും പറയണ്ട, അമ്മ തന്നെ പറഞ്ഞാ മതി. കൊടുക്കണ്ട കൊടുക്കണ്ട കൊണ്ട്. ഹലോ അച്ഛാ. നീ ഇവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് വാടാ, പിണങ്ങി നിൽക്കല്ലേ. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനെ പേടിയില്ലാത്തവനായി പോയില്ലേ. ഇത്രയും പേടിച്ചാ മതിയോ? മതിയോ? എന്റെ പൊന്നോ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ എല്ലാം മാറ്റി വന്നിക്കല്ലേ. ഇങ്ങ് വന്നേ. എടാ ബലം പിടിക്കടാ, അവന്മാരുമാർ കാണട്ടെ. ഇങ്ങോട്ട് വാടാ, നിന്റെ കുട്ടികളൊക്കെ ഞാൻ മാറ്റി തരട്ടാ. അവന്മാരൊക്കെ ഒന്ന് കാണട്ടെ.
ഇങ്ങോട്ട് വന്നേ ഞങ്ങളൊന്ന് പേടിക്കട്ടെ. വാ വാ പേടിപ്പിക്ക് ഇവിടെ എല്ലാരും പേടിപ്പിക്ക്. ഇത് വാടി കളിപ്പട്ടെ. എന്താടാ അവിടെ നിക്കണേ? ഇങ്ങോട്ട് വാടാ, ഇവിടെ ഇരിക്ക്. ഉരുള ഈ കോലത്തിലൊന്ന് ഞാൻ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. എന്നാ എല്ലാരും വരും, നമുക്ക് സെൽഫി എടുത്തിട്ട് ആവാൻ. ഫാൻസി ഡ്രസ് ഒക്കെ കൊള്ളാം, പക്ഷെ സ്റ്റിക്ക് ഉണ്ടെങ്കിലേ ഫസ്റ്റ് പ്രൈസ് കിട്ടും. എടാ സ്റ്റിക്ക് ഉണ്ടടാ, ഫുൾ മാർക്ക്. ആടാ സെൽഫി എടുക്കടാ, ചില്ലിങ് വിത്ത് മാർക്കോ. ഇതാരാടെ വിളിച്ചിട്ടിരിക്കുന്നേ?